മാടക്കാൽ നിവാസികളുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. മാടക്കാലിനെയും വലിയപറമ്പിനെയും ബന്ധിപ്പിച്ച് റോഡ് പാലം നിർമ്മിക്കാൻ തുക വകയിരുത്തി. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വലിയപറമ്പിന്റെ ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. തീരദേശത്തെ വികസനത്തിന് കുതിപ്പാകുന്ന 2 പാലം ഉൾപ്പെടെ 3 പാലങ്ങൾക്ക് 89.69 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 3 പാലങ്ങളും ഒരു ക്ലസ്റ്ററായി പരിഗണിച്ചാണ് കിഫ്ബി അനുമതി നൽകിയിട്ടുള്ളത്. പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് ദ്വീപിനെയും വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്നക്കടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന തെക്കേക്കാട് പാലത്തിന് 47.40 കോടി രൂപയും മാടക്കാലിനെ തൃക്കരിപ്പൂർ കടപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന മാടക്കാൽ പാലത്തിന് 36.46 കോടിയും വെസ്റ്റേലേരിയിലെ ഭീമനടി കാലിക്കടവ് പാലത്തിന് 5.83 കോടി രൂപയും ഉൾപ്പെടെ 89.69 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബി അനുവദിച്ചത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെക്കേക്കാട് ദ്വീപിനെയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പടന്നക്കടപ്പുറത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തെക്കേക്കാട് പാല നിർമ്മാണത്തിന് 47.40 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മാടക്കാൽ ദ്വീപിനെയും തൃക്കരിപ്പൂർ കടപ്പുറം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാടക്കാൽ പാലം നിർമ്മാണത്തിന് 35.46 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മറ്റ് ക്ലസ്റ്ററിൽപ്പെടുന്ന ഒരു പാലം വെസ്റ്റേലേരി ഗ്രാമപഞ്ചായത്തിലെ ഭീമനടി കാലിക്കടവരെയാണ്. അതിന് കേവലം 5.83, ചെറിയ പാലാണ്, 5.83 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ 89.69 കോടി പദ്ധതിക്കാണ് ഉള്ള സാമ്പത്തിക അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. 2008 ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് 1 മാസം കൊണ്ട് തകർന്നു വീണതാണ് മാടക്കാൽ തൂക്കുപാലം. ഇതോടെ നിർമ്മാണം നിർത്തിവെച്ച മാടക്കാൽ തെക്കേക്കാട് തൂക്കുപാലങ്ങൾക്ക് പകരം യാത്രാമാർഗം ഒരുക്കണമെന്ന തീരദേശ നിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചാണ് MLA റോഡ് പാലങ്ങൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തികാനുമതി ലഭ്യമാക്കിയത്. 2 പാലങ്ങളും നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുമായി ബന്ധിപ്പിക്കും. ഇതൊരു വളരെ ശ്രദ്ധേയമായ വികസന മുന്നേറ്റമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണതും നിർമ്മാണം നിർത്തിവെച്ചതുമായിട്ടുള്ള മാടക്കാൽ തെക്കേക്കാട് തൂക്കുപാലങ്ങൾക്ക് പകരം പുതിയ കാലത്തിന് അനുയോജ്യമായി ജനങ്ങളുടെ സൗകര്യാർത്ഥം വളരെ ശ്രദ്ധേയമായ രീതിയിൽ റോഡ് പാലം തന്നെ വേണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും അങ്ങനെ കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചു. എന്നിട്ടും വലിയ തുകയായതുകൊണ്ട് ചില തടസ്സങ്ങൾ ഇടക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ KM അബ്രഹാമിനെ തന്നെ IAS അവരെ തന്നെ നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്ത് നിരവധി ഘട്ടം ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഈ 3 പാലങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പണം തരാൻ വേണ്ടി തയ്യാറായി. മാടക്കാലിൽ നിന്നും വലിയപറമ്പിലേക്ക് റോഡ് പാലം വരുന്നതോടെ വലിയപറമ്പിന്റെ ടൂറിസം മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് MLA പറഞ്ഞു. നിരവധി ഘട്ടം ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഈ 3 പാലങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പണം തരാൻ വേണ്ടി തയ്യാറായി. വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രത്യേകത ഒരു ടൂറിസം സ്പോട്ടാണ്. ഇപ്പോൾ തന്നെ കോസ്റ്റൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് 56 കോടിൻ്റെ പാട്ടിയാലക്കടവ് പാലത്തിന് അനുമതി കിട്ടി. ഇനി കോസ്റ്റൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരിയേരിയും പിന്നെ അഴിത്തലിയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരാനുണ്ട്. അപ്പോൾ ഈ ഒരു പാലങ്ങളെല്ലാം സജ്ജമായാൽ നിലവിൽ തന്നെ വലിയപറമ്പ് ഗ്രാമം ടൂറിസം വില്ലേജായിട്ട് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അംഗീകരിച്ച ഒരു ഗ്രാമമാണ്. അപ്പോൾ ടൂറിസം രംഗത്ത് വളരെ ആകർഷകമായിട്ടുള്ള മുന്നേറ്റം കൈവരിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. റോഡ് പാലം വരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രിയാത്മകമായ എല്ലാ ഇടപെടലുകളും നടത്തിയ ആ പാലം നമുക്കിന്ന് അനുവദിച്ച് കിട്ടുന്ന രീതിയിലേക്ക് നല്ലൊരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ MLA ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർച്ച എന്ന നിലയിൽ മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ കടപ്പുറത്തുള്ള നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ പാലം വന്നാൽ ഏറ്റവും കൂടുതലും ഗുണകരമാകുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ദുരിതം, തോണിയേറിയും അതുപോലെ തന്നെ അപ്പുറത്തെ വഴിയിലൂടെയും ഇപ്പുറത്തെ വഴിയിലൂടെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഈ പാലം വരുന്നതോട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ കടപ്പുറം നിവാസികൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിനം കൂടിയാണ് ഇപ്പം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മാടക്കാലിൻ്റെയും കടപ്പുറം നിവാസികളുടെയും ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്.
വലിയപറമ്പ കായലിന് കുറുകെ 317 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലുമായി 423 മീറ്റർ നീളത്തിൽ സമീപന റോഡും ഉൾപ്പെടെയാണ് മാടക്കൽ പാലത്തിന്റെ നിർമ്മാണം. 11 സ്പാനുകളിൽ മധ്യഭാഗത്ത് ബോട്ടുകൾ കടന്നുപോകുന്നതിന് സ്പാൻ 55 മീറ്റർ നീളമുണ്ടാകും. 7.5 മീറ്റർ വീതിയിൽ ഗതാഗതവും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിലുള്ള നടപ്പാതയും ഉണ്ടാകും. സമീപന റോഡ് 7 മീറ്റർ വാഹന ഗതാഗതവും ഉൾപ്പെടെ 10 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുക. ഇരുവശങ്ങളിലും ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾക്കായി 2.8 കോടി രൂപയുടെ സാമ്പത്തികാനുമതി നേരത്തെ ലഭിക്കുകയും നടപടി ആരംഭിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.